സ്ത്രീധനം വാങ്ങുന്നത് ശരിയോ തെറ്റോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിനോട് നമ്മുടെ നാട്ടുകാർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ത്രീധനം വാങ്ങുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പോഴും തെറ്റാണ്. എന്താണ് തെറ്റാണെന്ന് പറയാൻ കാരണം? പല കാര്യം ഉണ്ടാവും അതിൽ. എന്തുകൊണ്ടായിരിക്കും ഇത്ര കാലമായിട്ട് ഈ ഒരു ജനറേഷനിലും സ്ത്രീധനം വാങ്ങുന്നത്? അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ല നടക്കുന്നത്. വേണ്ടെന്ന് വെച്ചാൽ വേണ്ടതൊന്നും അത്ര തന്നെ. ഇതൊന്ന് മാറാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഒട്ടും ശരിയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പുരുഷനോട് തന്നെ ഒരേപോലെ തന്നെ പ്രാധാന്യമുള്ള ആളുകളാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ തലമുറയിൽ ഇങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ കുറവാണെന്ന് തോന്നുന്നു. നേരത്തെ ആയിരുന്നു കൂടുതൽ. എൻ്റെ മകൻ സ്ത്രീധനം മേടിച്ചിട്ടില്ല, ഞാൻ സ്ത്രീധനം മേടിച്ചിട്ടില്ല, എൻ്റെ 2 മക്കളും സ്ത്രീധനം മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരുപാട് സ്ത്രീധനത്തിന്റെ പേരിൽ കുറെ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ഒരു ഇത് കൾച്ചർ മാറാത്തത്? കുറെ പണ്ടത്തേനേക്കാൾ ഉപരി ഇന്ന് ജാതിമത സ്പർദ്ധ കൂടിയിട്ടുണ്ട്. ജാതീയത, മതം, വിശ്വാസം കൂടി. പണ്ട് ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ട് കുറെ അടുപ്പമുണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. ഇന്നതല്ല, ഇന്ന് കുറെ അനാചാരങ്ങളും എല്ലാം ഉയർന്നു വന്നു. വീണ്ടും ഇതിന് മുൻപത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുണ്ടാവും, പക്ഷെ ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നു. അതാണ് പ്രശ്നം. ഇവിടെ ജാതിയും മതവും എന്ന് നിലനിൽക്കുന്നു, അത്രയും അത് തന്നെ ഇതേപോലത്തെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കിയേ, എല്ലാം മനുഷ്യരാണെന്നൊന്ന് മനസ്സിലാക്കി നോക്കിയേ. അതായിരിക്കും കുറെ കൂടെ ബെറ്റർ. മനസ്സിലായി? ഇവിടെ ഒരാൾ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചാൽ അവിടെ വേറെ പല കാര്യങ്ങളും ലവ് ചെയ്യുക, അത് മറ്റേതും മറിച്ച് ഒരു കുഴപ്പമില്ല. ഇത് നല്ല ഇടി ഇടിക്കണം, പിടിച്ചിട്ട് നല്ല ഇടി. ഉസ്താക്കന്മാരെ ഇടിക്കണം, നമ്പൂരിമാരെ ഇടിക്കണം, ഈ ശാന്തിമാരെ ഇടിക്കണം, പള്ളിക്കാച്ചന്മാരെ എല്ലാത്തിനും ഇടിക്കണം. ആ ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയാൻ കാരണം? സ്ത്രീധനം നിർത്തലാക്കുക. സ്ത്രീ അങ്ങനെ വില പേശേണ്ട സാധനങ്ങളല്ലല്ലോ. പിന്നെ കൊടുക്കുന്നവർ വല്ല സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടം പോലെ രക്ഷകർത്താക്കൾ കൊടുത്തോട്ടെ. സ്ത്രീധനമായിട്ട് അങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് തെറ്റാണ്. സ്ത്രീ എന്ന് പറയുന്നത് ധനം തന്നെയാണ്. അല്ല, സ്ത്രീധനമായിട്ട് പണമായിട്ടോ വേറെ പ്രോപ്പർട്ടി ആയിട്ടോ കൊടുക്കുന്നത് തെറ്റാണ്. പിന്നെ കൊടുക്കേണ്ടത് ഇഷ്ടമുള്ളവർ അവരുടെ മക്കൾക്ക് കൊടുക്കൂലേ? ഉണ്ടെങ്കിൽ കൊടുക്കുമല്ലോ. പിന്നെന്തിനാ ചോദിച്ച് മേടിക്കുമ്പം ആ പുരുഷന് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ സ്ത്രീധനമായിട്ട് കൊടുക്കേണ്ട അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. പാലമാരി വേണ്ടവർക്കോ സ്വർണം വേണ്ടവർക്കോ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവരുടെ പൈസ അവർക്ക് തന്നെയാണല്ലോ മക്കൾ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീധനം കൊടുക്കുന്നത് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്? കൂടി വന്ന് അതിന് മരണങ്ങൾ അങ്ങനെ പല ഇൻസിഡന്റുകൾ വരുന്നത് കൊണ്ട്. ഈ ഒരു ജനറേഷനിൽ എന്താണ് ആൾക്കാർ ഇങ്ങനെ സ്ത്രീധനത്തിന്റെ പുറകെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? പൈസ ഇപ്പം കൂടുതൽ ഇഷ്ടം ലാവിഷായിട്ട് ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് ജീവിക്കാൻ കിട്ടുന്ന പൈസ തന്നെ ദൂർത്തടിക്കുന്നവര്, അല്ലാത്തവര് ജീവിക്കാൻ അതിനായുസെത്തുന്നതിന് മുമ്പ് മരിക്കുക എന്നുള്ളത്. ഇതില്ലാതാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതില്ലാതാക്കാൻ ഒരു സ്ത്രീ പോലും സ്ത്രീധനം ആവശ്യപ്പെടുന്നവരെ വിവാഹം കഴിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഞങ്ങളുടെ അത്യാവശ്യം കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ 4 പെൺകുട്ടികളെ സ്ത്രീധനമില്ലാതെ അവരുടെ ഭർത്താക്കന്മാരുടെ രക്ഷകർത്താക്കൾ വിവാഹം കഴിച്ചവരാണ്. തിരിച്ചിങ്ങോട്ടും ഞങ്ങളുടെ ആങ്ങളമാർക്ക് വാങ്ങിച്ചിട്ടില്ല, എൻ്റെ അമ്മയും വാങ്ങിച്ചിട്ടില്ല, അച്ഛനും. സ്നേഹമാണ് ഏറ്റവും വലുതായിട്ട്. തീർച്ചയായിട്ടും സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയാൻ കാരണം? അല്ല, സ്ത്രീ എന്ന് പറയണത് തന്നെ ഒരു ധനമാണ്. പിന്നെ അതിന് സ്ത്രീ മാത്രം മതി നമുക്ക്, പിന്നെ ധനത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഈ ഒരു ജനറേഷനായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീധനം വാങ്ങുന്നതൊക്കെ? അത് വിവരമില്ലായ്മ തന്നെ ആളുകളുടെ. ഇത് മാറാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? മാറാനായിട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീധനം ചോദിച്ചു പോകുന്ന ആൾക്കാർക്ക് പെണ്ണിനെ കൊടുക്കരുത്, അത് മാത്രമേ ഉള്ളൊരു. പെണ്ണുങ്ങൾ സ്വയം അങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കരുതെന്നുള്ള ഒരു നിലപാട് തന്നെ. ചേട്ടൻ്റെ ഒരു മകളോ മകനോ? എനിക്കൊരു മകളുണ്ട്, അവള് ചെറുതാണ്. അവള് ഇതാകുമ്പോ ഞാൻ സ്ത്രീധനം ചോദിച്ചു തന്നെ അവന് കൊടുക്കൂല, എന്തായാലും കൊടുക്കൂല. സ്നേഹമാണ് ഏറ്റവും വലുത്. അങ്ങനെ ചോദിച്ചാ
വാങ്ങണ്ടെന്നാണ്. എവിടെയോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ജനറേഷനിലുള്ള ആൺകുട്ടികൾ സ്ത്രീധനം ചോദിച്ചു ചെല്ലുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചോണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ സ്ത്രീധനം ചോദിച്ചുകൊണ്ട് അത് പ്രതീക്ഷിച്ചിട്ട് കല്യാണം കഴിക്കണവരുണ്ട്? അത് പ്രതീക്ഷിച്ച് കല്യാണം കഴിക്കുന്നത് വേണ്ടാതിരിക്കാൻ നല്ലത്. അപ്പോൾ എങ്ങനെ പറയാം, നമ്മൾ ലൈഫ് ലോങ് ഒരു പാർട്ട്ണറിനോടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം, സ്ത്രീധനം അല്ല ഇമ്പോർട്ടൻ്റ് അതിൽ. അപ്പോൾ ആ പാർട്ട്ണറും ഓപ്പോസിറ്റ് പാർട്ട്ണറും ഒരുമിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കുമെന്ന് അതാണ് നല്ലത്. അല്ല ചുമ്മാ സ്ത്രീധനം വാങ്ങിക്കുന്ന വേണ്ടി കല്യാണം കഴിക്കുന്ന അത് വേണ്ട. അത് കൊള്ളൂല, അത് കൊള്ളത്തില്ല. അത് അങ്ങനെ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടിട്ട് എന്താ കിട്ടുന്ന? ഒരുപാട് നാൾ പ്രണയിച്ചിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രണയിച്ചിട്ട് ഒരു 10 കൊല്ലം പ്രണയിച്ചിട്ട് വീട്ടുകാരോട് ഒന്നിപ്പിച്ച് ആലോചിച്ച് നടന്നപ്പോ സ്ത്രീധനം വേണമെന്നുള്ളൊരു ഫാമിലി ഓപ്ഷൻ വന്നപ്പോ ആ ബോയ് അത് വേണമെന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി സൂസൈഡ് ചെയ്തത്. അങ്ങനെ സംഭവം ഉണ്ടായി. ഓക്കെ. അപ്പോൾ എങ്ങനെ പറയാം, ആ ബോയിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. കാരണം ഇത്ര 10 വർഷത്തെ റിലേഷൻഷിപ്പ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അത് എങ്ങനെ പറയാം, അത് ലവ് അല്ല. അത് ഫസ്റ്റ് കാര്യം പറയുന്നത് ലവ് അല്ല. അത് ചുമ്മാ ജസ്റ്റ് എങ്ങനെ പറയാം, ഒന്നെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ കാശുള്ള കാരണമായിരിക്കും പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ പൈസ മോഹിച്ച് പൈസ കിട്ടത്തില്ലെന്ന് ഓർത്തപ്പോൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെ പറയാം, അത് പോയിന്റ് ഭാഗത്തെ മിസ്റ്റേക്ക്, ഗേൾസ് ഭാഗത്തല്ല. ഇതിപ്പോ ഇത് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ സ്ത്രീധനം ഈ ഒരു ഡൗറി ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യാൻ? ഇല്ലാതാക്കണമെങ്കിൽ മെയിൻ ഇത് തന്നെ വെച്ചാൽ, ഇപ്പോൾ ഒരു ആണിനും ഒരു പെണ്ണിനും എങ്ങനെ പറയാം, ഇതിനെ കുറിച്ചുള്ള ഐഡിയ വേണം. ഇപ്പോൾ ലവ് എന്ന് വെച്ചാൽ എന്നാ, മാരേജ് എന്ന് വെച്ചാൽ എങ്ങനെ, അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം കാണുവാണെങ്കിൽ പിള്ളേർ ആണും പെണ്ണും കെട്ടിപ്പിടിച്ചും ഹൂക്കപ്പ് കൾച്ചറാണ് മൊത്തം ഇവിടെ നടക്കുന്ന മൊത്തം. ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ പാർട്ണർ നമുക്ക് എങ്ങനെയാണോ വരുന്നത്, അവൻ എന്താണോ വിചാരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്ന് ഇഷ്ടം, നാളെ പെങ്ങള്, നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം, അങ്ങനെ ഇപ്പോൾ. കാരണം ഞാൻ ഇപ്പോൾ എന്നാ പറയുന്നത് വെച്ചാൽ, എല്ലാവർക്കും ഒരു ഐഡിയ വേണം. ലവറിന് വെച്ചാൽ എന്നാ, ഹസ്ബൻഡിന് വെച്ചാൽ എന്നാ, മാരേജ് വെച്ചാൽ കൺഫേം ആയിട്ട് മാരേജ് വെച്ചാൽ എന്നാന്നുള്ള ഐഡിയ വേണം. കാരണം ഇപ്പോൾ മാരേജ് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ പറയാം, ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് എല്ലാം കാണുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഒരു മാരേജ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പാർട്ണറും ഇപ്പോൾ ഒരു ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോമിസായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഇപ്പോൾ ലൈഫ് ലോങ് മൊത്തം കാണും, അങ്ങനത്തെ ഒരു പ്രോമിസായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. അതിൽ ചുമ്മാ സ്ത്രീധനം വാങ്ങിക്കും, നാട്ടുകാരെ ബോധിപ്പിക്കാൻ കെട്ടുകയെന്ന് പറഞ്ഞാൽ അത് വേണ്ട. അതല്ല ഇപ്പൊ 90% മൊത്തം ഹൂക്കപ്പ് കൾച്ചറാ എല്ലാം. സെക്ഷലി മാത്രമായിട്ടുള്ള സെക്ഷലി ഫുൾ അങ്ങനെ തന്നെ എല്ലാം. ഇപ്പൊ എങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു ബോയിനെയും ഗേളിനെയും മാത്രം ബ്ലെയിം ചെയ്താൽ ഓപ്പോസിറ്റ് എല്ലാം ഈക്വലായിട്ടാണ്. എല്ലാവരും സെക്ഷൽ ഇതിന് മാത്രമേ ഉള്ളൂ. ലവ് ഒക്കെ ലവ് ലസ്റ്റ് ഇപ്പോൾ എങ്ങനെ പറയാം, ലസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ലസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അത് ലവ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ചോദിച്ച ലവ് അതിൽ എങ്ങനെ പറയാം, ഇപ്പോൾ എക്സാമിന് ഇത്ര പഠിച്ചായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായത്. അങ്ങനെ തന്നെ നമ്മളെന്നും കാണുന്നതല്ലേ. ഇത് എല്ലാവർക്കും പറയാൻ മടി. ചിലർ പറയും ലവ് നീ എന്തിനാ പറയുന്നത്, ലവ് എങ്ങനെയാണോ മറ്റേ മറിച്ച, അങ്ങനെയല്ല. ലവ് അങ്ങനെയല്ല. ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ബ്രേക്കപ്പ് മീൻസ് എല്ലാ ഈ തേർഡ് പാർട്ടി ആണല്ലോ, ഈ ബെസ്റ്റി ഇങ്ങനെ ഒത്തിരി വേണം. ഇങ്ങനെ ഒന്ന് അവർക്കൊരു ഐഡിയ കാണത്തില്ല. ഇപ്പം എങ്ങനെ പറയാം, എനിക്കൊരു ഐഡിയ കാണും, അവർക്ക് വേറെ ആയിരിക്കും. അവർക്കെന്ന് വെച്ചാൽ ചുമ്മാ ഈ കറങ്ങണം, ഹെൽമെറ്റ് വെച്ചിട്ട് റൈഡിന് വരണം, അങ്ങനത്തെ ആ ഒറ്റ ഇത് കാണത്തുള്ളൂ. അവർക്കെന്ന് വെച്ചാൽ ഫ്യൂച്ചറായിട്ട് ഒരു ഡിസൈഡ് ചെയ്യാനുള്ള ഇതും ഇല്ല. പ്രസൻറ്റ് നമ്മൾ എന്നാ ഹാപ്പിനെസ് കിട്ടുന്നത് അത് മാത്രമേ നോക്കി പോകത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പ്രശ്നം നടക്കും, ഇപ്പോൾ പെട്ടെന്ന് ബെസ്റ്റി വന്ന് കോൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ, ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ട് അവൻ നല്ലോണം വിട്ട് കെയർ ചെയ്ത് സപ്പോർട്ട് അതോളം അവിടെ പോകും. അങ്ങനെയല്ല ഇപ്പോൾ ഇല്ല, റെയർ ഓഫ് റെയർ അങ്ങനെ കിട്ടുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഓക്കെ. ഗേൾസിനെ കുറച്ച് എങ്ങനെ പറയാം, ഗേൾസിനെ കുറച്ച് കൂടുതൽ ഐഡിയ വേണ്ടത്. കാരണം നമ്മളാണെങ്കിൽ നമ്മളെങ്ങനെ ചിന്തിക്കുന്ന അറിയാം അല്ലേ. അപ്പോൾ ചേട്ടനെ നമ്മളെല്ലാവരും അറിയാം. നമ്മളൊരാണ്, നമ്മൾ ഒരു പെണ്ണ് കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഓർക്കുന്നതൊക്കെ അറിയാം. ചിലത് അങ്ങനെയല്ല. ഇപ്പോൾ ഒരാണും പെണ്ണും അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പുറത്തേക്ക് പോകും, ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് ഒരു ഇത് കാണും. ഇപ്പോൾ ഞാൻ ചേട്ടൻ ചോദിച്ചില്ലേ നേരത്തെ സൽവാർ കമ്മീസ് എങ്ങനെ വെച്ചാൽ ചുടിദാറാണോ സാരിയാണോ ഇഷ്ടം ചോദിച്ചില്ലേ. അപ്പോൾ ഫാഷനായിട്ട് ഡ്രസ്സ് ചെയ്യാം, പക്ഷേ അതിൻ്റേതായിട്ടുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ചിലത് ഷോർട്സ് ഇട്ടതൊക്കെ നടക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം, സ്കൂട്ടിയിലൊക്കെ ഷോർട്സ് ഇട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ എത്ര പേര് കാണും അല്ലേ, ലോജിക്കലി. അപ്പോൾ അവർക്കൊരു കാറാണെങ്കിൽ ഓക്കെ, കാറിൽ പോയി നമ്മളൊരു കഫേ പോയി ഇരിക്കുവാണെങ്കിൽ ഓക്കെ, ഡ്രസ്സിങ്ങിനൊന്നും ഇല്ല. അതേസമയം ഷോർട്സ് ഇട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും 90% ഓഫ് ആൾക്കാരും നോക്കും. എന്നിട്ട് പറയുമ്പോൾ ആണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങളുടെ കണ്ണ് അങ്ങോട്ടാണ് ചെന്ന പിന്നെ എങ്ങനെ അത് അതിൻ്റെതായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. മീൻസ് ഒരു കഫേ പോവുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ വരത്തുള്ളൂ, മോഡേൺ ആയിട്ടേ വരത്തുള്ളൂ. അല്ല ചുമ്മാ മോഡേൺ ഡ്രസ്സ് ഒരു മോഡേൺ ഗേൾ വന്നിട്ട് ഒരു പബ്ലിക് സ്റ്റാൻഡിൽ പോയി നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ
മാച്ചിങ് അല്ലല്ലോ. കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ എല്ലാവരും കിട്ടും. ഫെമിനിസ്റ്റുകളെ കേട്ട് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് അതൊന്നുമില്ല. കാരണം എങ്ങനെ പറയാം, നമ്മുടെ മനസ്സിൽ തന്നെ കാണും ഇതാണ് സത്യം എന്നൊക്കെ. പക്ഷെ പുറത്താരും പറയത്തില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അത് തന്നെ. ഇവിടെ ആരും പുറത്ത് അങ്ങനെ എല്ലാവരും പറയത്തൊന്നുമില്ല. അങ്ങനെ തന്നെ മറ്റേ എങ്ങനെ പറയാൻ, ഒരു സിമ്പിളായിട്ട് തീർക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഐഡിയ വേണം. ലവ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മാരേജ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഐഡിയ മാത്രം എല്ലാവരും കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഓക്കെ സക്സസ് ആവും. അല്ല ചുമ്മാ ഇപ്പോൾ നമ്മൾ ലവ് ആവുന്നു, പെട്ടെന്ന് പോയി ലവ് ആവുന്നു, അതൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം എല്ലാം സക്സസ് ആവും. അത്രേ ഉള്ളൂ. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒരു അങ്ങനെയല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നും വരത്തൊന്നുമില്ല. തേർഡ് പാർട്ടിയും അവർക്ക് അറിയാം. അത്രേ ഉള്ളൂ.